അല്ല ലീഗിൻ്റെ അല്ല UDF-ൻ്റെ തന്നെ പറയാം. പിന്നെ രണ്ടാക്കേണ്ട ആവശ്യമില്ല. ആ റിപ്പോർട്ട് വെറുതെയാണ്. കാരണം ഇന്നലെ UDF-ൽ PMC സംബന്ധിച്ച് യാതൊരുവിധ ചർച്ചയുണ്ടായില്ല. UDF ചർച്ച ചെയ്തു, ലീഗ് വേറെ അഭിപ്രായം പറഞ്ഞു, കോൺഗ്രസ് വേറെ അഭിപ്രായം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുണ്ടാക്കുന്നത് അടിസ്ഥാനരഹിതമായൊരു വാർത്തയാണ്. ഇന്നലെ ചർച്ച ചെയ്തിട്ടില്ല, ഇന്നലെ അങ്ങനെ ഒരു അജണ്ട ഉണ്ടായിരുന്നില്ല. ആ വിഷയം ചർച്ച ചെയ്തിട്ടേ ഇല്ല ഇന്നലെ. ഇപ്പോഴുള്ള പൊസിഷൻ എന്ന് പറയുന്നത് നേരത്തെ ഉള്ളത് തന്നെയാണ്. അതായത് ക്യാബിനറ്റ് ഒരു സബ് കമ്മിറ്റിയെ വെച്ചിരിക്കുന്നു. ആ സബ് കമ്മിറ്റിയെ വെച്ചതിന് ശേഷം കേരള ഗവൺമെൻറ് ഇത് സംബന്ധിച്ച് എന്താണ് ഗവൺമെൻറ് പറയാനുള്ള റിപ്പോർട്ട് പഠിച്ച ശേഷം UDF-ഉം പറയും, അതുപോലെ തന്നെ പിന്നെ മുഖ്യമന്ത്രിയും പറയും, ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരു അഭിപ്രായം പറയും. രണ്ടഭിപ്രായം ഇല്ല, ഒറ്റഭിപ്രായമേ ഉള്ളൂ. ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പിലാക്കിയ ഒരു പദ്ധതി അവർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അതിൻ്റെ പ്രയാസങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളും അത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആക്കി നിൽക്കുകയാണ് എന്നുള്ളത് നിയമസഭയിൽ തന്നെ അവർ പറഞ്ഞതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് കിട്ടാതാവും, അപ്പോൾ ഞങ്ങൾ ഒപ്പിട്ടതാണ്. എന്നാൽ അതിൻ്റെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഫണ്ട് കിട്ടാതാവുന്നത് കൊണ്ട് ഞങ്ങൾ ഒപ്പിട്ടതാണ്. ഒപ്പിട്ടു എന്നുള്ളത് അവരാണ് ഒപ്പിട്ടത്. ഇനി ഇന്ന് ഊരണം എങ്ങനെയെന്ന് സബ് കമ്മിറ്റി പറയണം. അതല്ല, കേരളത്തിൽ അവർ പറയുന്ന കണ്ടീഷൻസ് ഒന്നും പാലിക്കാതെ വല്ല മാർഗമുണ്ടോ എന്നുള്ളത് നോക്കണം. ഒരു നിലക്കും അവർ പറഞ്ഞ കണ്ടീഷനൊന്നും പാഠ്യപദ്ധതിയിലോ സ്കൂൾ സെലക്ഷനിലോ കേരളത്തിൽ നടപ്പാവാൻ പോകുന്നില്ല. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ എന്ത് വേണമെന്ന് ഞങ്ങൾ അപ്പോൾ തീരുമാനിക്കും, പറയും. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത 101% ഇല്ലാത്തതാണ്. അങ്ങനെ ഒരു സംഭവം, ഒരു ചർച്ച അവിടെ ഉണ്ടായി. എന്നിട്ട് ഞങ്ങൾ വേറെ അഭിപ്രായം പറഞ്ഞു, മറ്റു കോൺഗ്രസ് 100% ഇല്ലാത്ത വാർത്ത. ഇല്ല, അത് UDF കൺവീനർ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. അദ്ദേഹത്തിന് UDF യോഗത്തിന് ശേഷം നടത്തുന്ന പത്രപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ ഒരു മറുപടി പറയാലോ, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇന്നലെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് UDF ചർച്ച ചെയ്തു, എന്നിട്ട് ലീഗ് വേറെ അഭിപ്രായം പറഞ്ഞു, കോൺഗ്രസ് വേറെ അഭിപ്രായം പറഞ്ഞു എന്നൊക്കെയാണ്. അത് 100% കളവാണ്. ഹൃദയം പറയും ആധാർ ഗോൾഡ്, കൊണ്ടോട്ടി, പേരാമ്പ്ര, മഞ്ചേരി, ചെമ്മാട്.